ഞാൻ പാടുമീ നാളിനി മോദാൻ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാ. ഞാൻ പാടുമീ നാളിനി മോദാൻ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാ. അനുഗ്രഹീതനായ അരുമനാഥൻ്റെ അരികിൽ അണഞ്ഞ് തിരുവെഴുത്ത് ഗ്രഹിപ്പാനുള്ള അവസരം ഈ രാത്രിയിലും ദൈവം ഒരുക്കിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിച്ച് വാഴ്ത്തുകയാണ്. ദൈവനാമത്തിൻ്റെ ഉയർച്ച മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഫിലദൽഫിയ ഷാർജ AG ഒരുക്കിയ ഒരു വലിയ സ്നേഹവിരുന്നാണ് നമ്മൾ കഴിഞ്ഞ 31 രാത്രികളിൽ അനുഭവിച്ചത്. ഈ 32ാം രാത്രിയിലും അടുത്ത വിരുന്നിൻ്റെ വിഭവങ്ങൾ അനുഭവിപ്പാൻ പോകുകയാണ്. നിത്യത മുതൽ നിത്യത വരെയുള്ള വിഷയത്തിൻ്റെ അഗാധമായ ഭാഗങ്ങളിലേക്ക് ഓരോ ദിവസവും വന്നുചേരാൻ സ്വർഗം നമ്മെ സഹായിക്കുന്നു. അതിൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. നമുക്ക് ഇന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇന്ന് അധ്യക്ഷനായിരിക്കുന്ന ദൈവദാസനുള്ള നന്ദി അറിയിക്കുന്നു. സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ ദാസൻ പാസ്റ്റർ റിജി തോമസ് അവர்களോടും സഭയോടും ഇതിൻ്റെ പുറകിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരോടും ഈ ദൂത് മാധ്യമങ്ങൾ വഴി ദൂരെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹവന്ദനങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് തിരുവെഴുത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മക്കൾ 2 പേരെ ഇപ്പോൾ വായിക്കുന്നതാണ്. നിത്യത മുതൽ നിത്യത വരെ സാത്താന്റെ തല തകർക്കുന്നതും സമയവും വിധവും അവനായി സജ്ജമാക്കിയ നിത്യതയും ക്രൂശിലെ പദ്ധതിയും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നിത്യത മുതൽ നിത്യത വരെയുള്ള വിഷയത്തിലെ ഒരു ഭാഗം തീരുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഗം തീരുകയാണ്. അതിൽ സാത്താന്റെ തല തകർക്കുന്നതിനെ കുറിച്ചുള്ള ഒന്നാമത്തെ എസ്കറ്റോളജിക്കൽ പ്രൊഫസിയാണിത്. ബൈബിളിലെ യുഗാന്തി വീക്ഷണത്തിലെ ആദ്യ പ്രവചനത്തിൻ്റെ 4 ബ്രാഞ്ചസ് ആണ്. 2 ബ്രാഞ്ചസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയുള്ള 2 ബ്രാഞ്ചസിലേക്ക് കടക്കുകയാണ്. അല്പം ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കേണ്ടതുണ്ട്. നമുക്ക് ഒന്നിച്ച് പ്രവേശിക്കാം. സ്വർഗം അതിനായി നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് വായിക്കാം. നിർത്തി ഓരോ ഭാഗങ്ങൾ നമുക്ക് പഠിക്കാവുന്നതാണ്. Fulfillment of the third and fourth branches of the first eschatological prophet, Genesis chapter 3 verse 15. യുഗീയ ജ്ഞാനത്തിൽ ആദ്യത്തെ പ്രവചനം എന്ന് പറയുന്നത് ഉൽപ്പത്തി 3:15 ഞാൻ ഓർപ്പിച്ചിരുന്നുവല്ലോ. 1817 പ്രവചനങ്ങളിലെ യുഗവിജ്ഞാനീയ മണ്ഡലത്തിലെ പ്രവചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. പ്രവചനങ്ങൾ പല രീതിയിലാണ് പഠിക്കേണ്ടത്. ഇത് ആ രീതിയിലാണ്. ഈ പ്രവചനത്തിൻ്റെ 3ഉം 4ഉം ശാഖകൾ ഇന്ന് നമ്മൾ കാണുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. അതിൽ ഒന്നാമത്തെ ഭാഗത്തേക്ക് നമുക്കൊന്ന് കിടക്കാം. 3ഉം 4ഉം ശാഖകൾ എന്താണ് എന്ന് ഷോർട്ടായിട്ട് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. Third, bruise thy head, and fourth, shall bruise his heel. തല തകർക്കുക എന്നൊരു വാക്കാണ്. നിന്റെ തല തകർക്കും, അപ്പുറത്ത് നിന്റെ കുതികാൽ തകർക്കും. ആ വാക്യം നമുക്കൊന്ന് വായിച്ച് കേട്ടാൽ കുറെ കൂടെ നന്നായിരുന്നു. ക്ലാസ് ദൂരെയുള്ള പലരും അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ, മാധ്യമങ്ങൾ വഴി കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് വായിച്ച് കേൾക്കാം. വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, അവൻ നീ നിന്റെ തല തകർക്കും. അവൻ നിന്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്നാണ് ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അടുത്തത്, നീ അവന്റെ കുതികാൽ തകർക്കും. സർപ്പം എന്ത് ചെയ്യും? കുതികാൽ തകർക്കും. ഇവിടെ ആരൊക്കെയാണ് എന്ന കാര്യം നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു. ആ ഭാഗത്തേക്ക് ഇനി വിശദീകരണത്തിന് പോകുന്നില്ല. ഇനി നമുക്ക് അതിന്റെ ഒറിജിൻ ഒന്ന് വായിച്ച് കേൾക്കാം. മോളൊന്ന് വായിച്ചാട്ടെ. Genesis chapter 3 verse 15. Who Yashuka Robata Yashunyo Akib. ഈ വാക്ക് ഞാൻ എഴുതാൻ കാരണം എബ്രായ ഭാഷയിൽ ഇതിന്റെ അർത്ഥവ്യാപ്തി അറിയണമെങ്കിൽ നമുക്ക് കൃത്യമായി ഇത് എഴുതിയേ പറ്റൂ. നമുക്ക് അതിനകത്തേക്കൊന്ന് കടക്കാം.
എന്താണ് റോഷ് അഥവാ തല എന്ന് തർജ്ജമ ചെയ്തത്, എന്താണ് അക്കിബ് അഥവാ കുതികാൽ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും കൃത്യമായി നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു ബൈബിളിൽ നിന്ന്. അപ്പോഴാണ് 3-ാം അധ്യായം 15-ാം വാക്യത്തിലെ 3ഉം 4ഉം വിഷയങ്ങൾ കാണുക. ഒന്നുകൂടെ എടുത്തു കാണിക്കുന്നു. പിശാചിന്റെ അഥവാ സർപ്പത്തിന്റെ തല തകർക്കും. അത് വായിക്കാം. Bruise serpent's head, Hebrew, ഹെഡ് എന്ന വാക്കിന് എബ്രായ ഭാഷയിൽ റോഷ് എന്ന പദമാണ്. അവ എന്ത് തകർക്കും എന്ന് കൃത്യമാണ് ഇവിടെ. റോഷ് തകർക്കും. അടുത്തത് Bruise Jesus heel, Hebrew, Akib. യേശു ക്രിസ്തുവിന്റെ കുതികാൽ തകർക്കും എന്ന് പറയുമ്പോൾ അക്കീബ് എന്ന വാക്കാണ് ഇവിടെ എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെയും അർത്ഥതലം കണ്ടു കഴിഞ്ഞാൽ ഈ പ്രവചനം കൃത്യമായി നിറവേറുന്നത് എങ്ങനെയെന്ന് മനസ്സിലാകും. നമുക്ക് ഇന്ന് ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുന്നവരോടും കൂടെ പറയട്ടെ, ചില ദൂതുകൾ ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും കേൾക്കാനുമുണ്ട്. നമുക്ക് ഒന്നിച്ച് ഒന്ന് പ്രവേശിക്കാം. വായിക്കാം മക്കളെ, നിർത്തി. Bruise the head of the serpent, Genesis chapter 3 verse 15, who Yeshuka Rosh. സാത്താന്റെ അഥവാ തല തകർക്കുന്നത് എപ്പോൾ? റോഷ് തകർക്കുന്നത് എപ്പോഴാണ്? ഇത് സംബന്ധിച്ച് ബൈബിളിൽ നിന്ന് നമ്മൾ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതിന്റെ വിശദീകരണങ്ങൾ പറയുമെന്ന്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു പോകണം എന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് ഹീബ്രുവിലുള്ള റോഷ് എന്ന വാക്കിന് എവിടെ വരെ ചെല്ലാനുണ്ട്. നമുക്ക് ഇതൊന്ന് നിർത്തി വായിക്കാം. മക്കളൊന്ന് വായിക്കണം. ഞാൻ ഹൈലൈറ്റ് ചെയ്ത കാര്യം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. Genesis chapter 3 verse 15, head, Hebrew, Rosh, top, tip of mountain, height of stars, head of man, city, nation, place, family, priest, choicest, best, head, division, company, band. റോഷ് എന്ന പദത്തിന്റെ അർത്ഥവ്യാപ്തിയിലേക്ക് നമ്മൾ ഒന്നിച്ചു വരികയാണ്. ടോപ്പ് ഓഫ് മൗണ്ടൻ, ടിപ്പ് ഓഫ് മൗണ്ടൻ, ഹൈറ്റ് ഓഫ് സ്റ്റാർസ്. ഈ വാക്ക് പലപ്പോഴും നമ്മുടെ ഇടയിൽ രംഗത്ത് വന്നിട്ടില്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണം. വളരെ ശ്രദ്ധിച്ചു പഠിക്കേണ്ട ഭാഗമാണ്. അപ്പൊ എന്താണ് ഈ വാക്ക് പറയാനുള്ള കാരണം? ആദ്യത്തെ പ്രവചനത്തിൽ തന്നെ ഇതിന്റെ ആഴം ഇത്ര വലുപ്പത്തിൽ പറയാനുള്ള റീസൺ എന്താണ്? ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. ടോപ്പ് ഓഫ് മൗണ്ടൻ, ടിപ്പ് ഓഫ് മൗണ്ടൻ, ഹൈറ്റ് ഓഫ് സ്റ്റാർസ്. ഈ പ്രവചന ഭാഗത്ത് വലിയ കാര്യങ്ങൾ വിസ്മരിക്കുന്നു നമ്മുടെ ആളുകൾ, പണ്ഡിതന്മാരെന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ വേണ്ട. നമുക്ക് എല്ലാം പരിശോധിക്കാം. പ്രൈസ് ഗോഡ്. ഒന്നും വിടാതെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പൊ തല തകർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ടോപ്പ് ഓഫ് മൗണ്ടൻ, ടിപ്പ് ഓഫ് മൗണ്ടൻ, ഹൈറ്റ് ഓഫ് സ്റ്റാർസ്. ഇത് മറന്നിട്ട് മറ്റതിലേക്ക് പോകരുത് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് സർപ്പം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാനിടയായി. വെളിപ്പാട് 12:7 മുതൽ 10 വരെ ഉൽപ്പത്തിയിൽ പറഞ്ഞ സർപ്പം ആര് എന്ന് കൃത്യമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ചെങ്കിലേ എല്ലാവർക്കും ബോധ്യപ്പെടുകയുള്ളൂ. വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7 മുതൽ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. ജയിച്ചില്ലതാൻ. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ, ആ വാക്ക ശ്രദ്ധിക്കണ്ടേ, പിശാചും സാത്താനും എന്ന മഹാസർപ്പം. അപ്പൊ മഹാസർപ്പത്തിന്റെ ഒറിജിൻ വെളിപ്പാടിൽ കൃത്യമായി പറയുന്നു. അത് വെറും സർപ്പമല്ല, പിശാചിനെ കുറിച്ചാണ് എന്ന് സ്പഷ്ടമായിരിക്കുകയാണ്. ഇനി അവന്റെ ഇരിപ്പ് അവിടെ എവിടെയാണ്? വായിക്കാം. 12:7 മുതൽ 10 വരെ. എല്ലാവരും നോക്കി പോകണമെന്ന് ഓർപ്പിക്കുന്നു. 12:7 മുതൽ 10 വരെ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7 മുതൽ 10 വരെ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. അതിന്റെ താഴെ അവരുടെ സ്ഥലം കണ്ടില്ല. അപ്പൊ പിശാചി ഇപ്പോൾ ഇരിക്കുന്നത് എവിടെയാണെന്ന് വെളിപ്പാട് പുസ്തകം സുപ്രസാദ കാലത്തിൽ എഴുതിയത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. വെളിപ്പാട് പുസ്തകം സുപ്രസാദ കാലത്തിൽ എഴുതിയത്.
യോഹന്നാൻ അപ്പോസ്തലനാണ് എഴുതിയത്. AD 94 ശേഷം എഴുതിയത്. അങ്ങനെയാണെങ്കിൽ യെശയ്യാവിൽ പറയുന്ന കാര്യം എന്ത്, വെളിപ്പാടിൽ പറയുന്ന കാര്യം എന്തെന്ന് ഒരു വലിയ പാഠഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏവർക്കും മനസ്സിലായതാണ്. അതുകൊണ്ട് അല്പം ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. മൂന്നാമത്തെ ബ്രാഞ്ച്, ഇവിടെ ഒരു ചോദ്യമുണ്ട്. ക്രൂശിൽ തകർത്തത് ആരെ, എന്തെല്ലാം? ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്രൂശിൽ തകർത്തത് ആരെ? ഇത് പറയാനുള്ള റീസൺ ഉണ്ട്. അതിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടക്കണം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ക്രൂശിൽ ദൈവം തകർത്തത് ആരെയാണ്, എന്തെല്ലാമാണ് തകർത്തത്? ഓരോന്നോരോന്ന് നമുക്കൊന്ന് വായിക്കണം. വായിച്ചേട്ടെ മക്കളെ. Genesis chapter 3 verse 15. Prophesy. Third branch. ക്രൂശിൽ തകർത്തത് ആരെ, എന്തെല്ലാം? A. യെശയ്യാവിന്റെ പുസ്തകം 53 അധ്യായം 10 വാക്യം. എന്നാൽ അവനെ, അഥവാ യേശു ക്രിസ്തുവിനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. പിശാചിനെ ക്രൂശിൽ തകർത്ത് കളയാൻ ഇഷ്ടം തോന്നി എന്നല്ല ബൈബിളിൽ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. പിശാചിനെ ക്രൂശിൽ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നി എന്നല്ല, സ്വന്തം പുത്രനെ ക്രൂശിൽ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നി എന്നാ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ തകർത്ത് കളഞ്ഞത് ആരെയാണ് എന്ന കാര്യം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ യെശയ്യാവ് 53:10 കാണുന്നു. പിശാചിനെ തകർക്കുക എന്നതിനേക്കാൾ സ്വന്തം പുത്രനെ തകർക്കുക എന്നതാണ് കാരണം. കാരണം എന്താ? വായിച്ച മോളെ, എന്തുകൊണ്ടാണ് അതങ്ങനെ പറയാൻ കാരണം? മാനവജാതിക്കുള്ള രക്ഷ നേടിയത് സാത്താന്റെ തല തകർത്തത് കൊണ്ടല്ല, സ്വന്തം പുത്രനെ തകർത്തുകൊണ്ടാണ്. ഒരു ഹല്ലേലൂയ പറയാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? ആമേൻ. ഇവിടെയാണ് അറിയേണ്ടത്. പലപ്പോഴും നമ്മൾ പിശാചിന്റെ തല തകർത്താണ് രക്ഷ നേടിയതെന്ന് പറയുന്ന തെറ്റായ ധാരണ നീക്കാൻ തയ്യാറല്ല. സത്യത്തിൽ അതല്ല ഉണ്ടായത്. പിശാചിന്റെ തല തകർത്തുകൊണ്ടല്ല ക്രൂശിൽ രക്ഷ നേടിയത്. രക്ഷ നേടിയത് സ്വന്തം പുത്രനെ ക്രൂശിൽ തകർത്തുകൊണ്ടാണ്. ആമേൻ. ഈ ഒരു വലിയ അറിവിലേക്ക് നമ്മൾ ആദ്യം വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായത് മറുവിലയാണ്, റാൻസം പ്രൈസ് ആണ്. മത്തായി 20:28 ഒന്ന് വായിക്കാമോ? മത്തായി 20:28. ഏതാണ് നമ്മുടെ റാൻസം പ്രൈസ്? അത് പിശാചിന്റെ തല തകർത്താണോ നമ്മുടെ റാൻസം പ്രൈസ് ഉണ്ടായത് എന്ന് അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു. വായിച്ചാട്ട്. മത്തായി സുവിശേഷം 20 അധ്യായം 28 വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. റാൻസം പ്രൈസ്, മറുവില എന്നത് പുത്രന്റെ ജീവനാണ്. പിശാചിനെ തകർത്തുകൊണ്ടല്ല റാൻസം പ്രൈസ്, മറുവില ഉണ്ടായിരിക്കുന്നത്. ആ കാര്യം എല്ലാവരും അറിയണം. പക്ഷെ എല്ലാവരും പഠിപ്പിക്കുന്നത് ക്രൂശിൽ പിശാചിന്റെ തല തകർത്തു എന്നാ. എനിക്ക് അതിന് അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷെ വിഷയം അതിന്റെ ആഴത്തിൽ അറിയണമെങ്കിൽ അടിസ്ഥാനപരമായ ചോദ്യമാണ്, സത്യം എന്താണ്? സ്വന്തം പുത്രനെ തകർത്തിട്ടാണ്, രക്തം ചിന്തിയിട്ടാണ്, ജീവൻ പണയം വെച്ചിട്ടാണ് മറുവിലയായി ജീവൻ നൽകിയത്. അവിടെ പിശാചിന് യാതൊരു ആക്ഷനും ഇല്ല എന്ന കാര്യം അറിയുന്നവർ എത്ര പേരുണ്ട്? നമ്മുടെ കർത്താവിനെ തകർത്തുകൊണ്ട് നമ്മെ നേടിയതിൽ അവനോടുള്ള നമ്മുടെ സ്നേഹം അഭേദ്യമായി വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. ഇവിടെ അറിഞ്ഞിരിക്കണം, പിശാചിനെ തകർത്തതിന്റെ പേരിലല്ല എന്റെ മറുവില കെട്ടിവെച്ചത് സ്വന്തം പുത്രനെ തകർത്തുകൊണ്ടാണെങ്കിൽ ഒരേ ഒരു ചോദ്യം, അതിൽ നമ്മോട് കാണിച്ച ദൈവസ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും ഈ ഉപവാസ പ്രാർത്ഥനയിലും ക്ലാസ്സിലും ഗ്രാഹ്യമാകാൻ കഴിഞ്ഞാൽ നമ്മുടെ ചരിത്രം വിജയിച്ചു എന്നറിയുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. നമുക്ക് അല്പം കൂടെ മുമ്പോട്ട് പോകണം. ഇനി ക്രൂശിൽ നേടിയത് എന്തെല്ലാമാണ് എന്ന് ദയവായി എല്ലാവരും കാണണം. വായിക്കാം. നമുക്ക് ക്രൂശിൽ എന്തൊക്കെ നേടിയിട്ടുണ്ട്. വായിച്ചാട്ടെ. ക്രൂശിൽ നേടിയത് എന്തെല്ലാം? ബി. എബ്രായർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 14 വാക്യം. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ആ വാക്യം ഒന്ന് വായിക്കാം മോളെ, ഫുള്ളായിട്ട്. എബ്രായ ലേഖനം 2 അധ്യായം 14 വാക്യം കൃത്യമായിട്ട് വായിച്ചാട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 14 വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ
ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? ഇവിടെ എന്താ ചെയ്തത് കർത്താവ്? മരണത്തിന്റെ അധികാരിയുടെ അധികാരം എടുത്തു മാറ്റി ക്രൂശിൽ. അത് മരണത്താലാണ് മാറ്റിയത്. ആമേൻ. നമ്മുടെ മേലുള്ള ദുഷ്ടന്റെ അധികാരത്തെ യേശു ക്രിസ്തുവിന്റെ മരണം കൊണ്ട് എടുത്തു മാറ്റിയ ശക്തിയാണ് ക്രൂശിൽ കാണുന്നത്. അതാണ് ക്രൂശിന്റെ ശക്തി എന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? ആ ശക്തി അറിയുന്നവർ, അനുഭവിക്കുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? ആമേൻ. ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു, നിങ്ങൾക്ക് നേരെ എത്ര മന്ത്രവാദികൾ എന്തെല്ലാം ചെയ്താലും അത് ഏശുകയില്ലെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ക്രൂശിന്റെ ശക്തി അതിനെ ജീവിപ്പാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവരെല്ലാം കരമുയർത്തിയോ കരമടിച്ചോ മഹത്വം ദൈവത്തിന് കരയേറ്റാം. ഞാൻ ഉറക്കെ പറയുന്ന ആ കാര്യം, നമ്മുടെ കർത്താവ് നമ്മുടെ നേരെയുള്ള പിശാചിന്റെ അധികാരം, മരണത്തിന്റെ അധികാരം യേശുവിന്റെ മരണത്താൽ നീക്കി എന്ന് പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ എത്ര പേർ കഴിയും? ഹല്ലേലൂയ. ഉറക്കെ ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട്? ഞങ്ങളൊക്കെ എത്രയോ നാളുകളായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 52 വർഷമായി ദൈവജനത്തിന്റെ പ്രസംഗം നടത്താൻ തുടങ്ങിയിട്ട് പുൾപിറ്റിൽ. ഒത്തിരി വെല്ലുവിളികൾ ഈ വർഷങ്ങൾക്കുള്ളിൽ വന്നു. പക്ഷെ ഞങ്ങളെ തളർത്താത്ത ഒറ്റ കാര്യം ക്രൂശിന്റെ ശക്തിയാണ് എന്ന് ഞാൻ ഉറക്കെ പറയുകയാണ്. എങ്കിൽ ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ക്രൈസ്തവ ഗോളത്തിൽ, നമ്മുടെ ആത്മീക ഗോളത്തിൽ നമുക്കെതിരെ മന്ത്രവാദികൾ, ആഭിചാരകന്മാർ, ക്ഷുദ്രക്കാർ തുടങ്ങി ഒട്ടനവധി പാർട്ടികൾ എന്തെല്ലാമാണ് എതിര് ചെയ്യുന്നത്. പക്ഷെ ധൈര്യം കൊണ്ട് പറയാൻ, ക്രൂശിൽ അവന്റെ അധികാരം എനിക്കെതിരെയുള്ളത് നീക്കി, അതിനാൽ ഞാൻ ഭയപ്പെടേണ്ടതില്ല എന്ന് ഉറപ്പുള്ളവർ എത്ര പേര് ഇന്ന് മീറ്റിംഗിലുണ്ട്? ആമേൻ, 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 ആമേൻ. ഉറപ്പുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തിയോ, കരം അടിച്ചോ, ദൈവത്തിന് മഹത്വം കൊടുത്ത് പറ. അധികാരം മാറ്റിയിരിക്കുകയാണ് മരണത്താൽ. അപ്പോൾ പിശാചിനെ തകർക്കുന്നതല്ല വിഷയം, പിശാചിന്റെ അധികാരം നീക്കുന്നതാണ് വിഷയം. ആമേൻ. പിശാചിന്റെ തല തകർക്കുന്ന വിഷയമല്ല എന്റെ വിഷയം. എന്റെ വിഷയം പിശാചിന്റെ അധികാരം മാറ്റി. അത് തല തകർത്തതായിട്ട് പറഞ്ഞാൽ വിരോധമില്ല, അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. ഇവിടെ ഏറ്റവും വലിയ കാര്യം പിശാചിന്റെ അധികാരം നമ്മുടെ കർത്താവ് എടുത്തു മാറ്റി. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 12-ഉം 2-ന്റെ 5-ഉം കൂടെ ഇവിടെ ചേർത്ത് വായിക്കുന്ന ഉപകാരമാണ്. ഒരു ചെറിയ അറിവ് കൂടെ നമുക്ക് അവിടെ ലഭിക്കുന്നതാണ്. 1-ന്റെ 12-ഉം 2-ന്റെ 5. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യം. ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി. 2-ന്റെ 5 കൂടെ. 2-ാം അധ്യായം 5-ാം വാക്യം. നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്നും തൊടുക. ആദ്യം പിശാച് ആവശ്യപ്പെട്ടത് അവനുള്ളതൊക്കെയും തൊടാനാണ്. രണ്ടാമത് ആവശ്യപ്പെട്ടത് അവനെ തൊടാനാണ്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കണം. പക്ഷേ അവന്റെ മരണത്തെ അഥവാ മരിച്ച് ലോകത്തോട് വേർപെടുത്തുന്ന പദ്ധതി, അവനെ മരണത്താൽ നീക്കുന്ന പദ്ധതി പിശാചിനെ അനുവദിച്ചില്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണം. അതുവരെ ഉണ്ടായിരുന്നു അതിന്റെ അർത്ഥം. അപ്പൊ ക്രൂശിൽ യേശു ഈ അധികാരം മാറ്റുന്നത് വരെ പിശാചിന് അധികാരം ഉണ്ടായിരുന്നു. എന്നാൽ ക്രൂശ് മുതൽ ഈ അധികാരം നടപ്പിലില്ല എന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ആമേൻ. നമുക്ക് ധൈര്യമായി ഹല്ലേലൂയ പറയാൻ കഴിയുമോ? പ്രൈസ് ഗോഡ്. എന്റെ കർത്താവ് അത് ഭംഗിയായി ചെയ്തിരിക്കുന്നു. കഴിഞ്ഞിട്ടില്ല, അടുത്തുകൊണ്ട് നമുക്ക് വായിക്കാം. എന്താണ് ക്രൂശിൽ നടന്നത്? കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. കയ്യെഴുത്ത് മായിച്ചു ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആ വാക്യം മുഴുവൻ വായിക്കാൻ നല്ലത് മോളെ, അപ്പൊ എളുപ്പമുണ്ട് എല്ലാവർക്കും മനസ്സിലാക്കാം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ആ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും വിരോധവും പ്രതികൂലവുമായിരുന്ന
കൈയെടുത്ത് മായിച്ച് അപ്പൊ എന്താണ് ക്രൂശിൽ നടന്നത്? നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ചു. അതാണ് ക്രൂശിൽ നടന്നത്. 2, ക്രൂശിലത് തറച്ചു. 3, നടുവിൽ നിന്ന് അത് നീക്കിക്കളഞ്ഞു. ഇത് സംബന്ധിച്ച് എഫേസ്യ ലേഖനം 2 ഒരു വലിയ പാഠഭാഗം പഠിക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ അത് തൊടുന്നില്ല, നമ്മുടെ പോർഷൻ മറ്റൊരു ഭാഗത്തേക്ക് പോകുമെന്ന് പേടിച്ചുകൊണ്ട്. അടുത്തത് എന്താണ് ക്രൂശിൽ നടന്നത്? ഇത് അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. എല്ലാവരും നന്നായി ശ്രദ്ധിക്കണമേ. ഡി ഭാഷകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ഇപ്പോൾ സാത്താന് ആയുധവർഗമുണ്ടോ? ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാട്ടെ. 93 പ്രാവശ്യവും 96 പ്രാവശ്യവും രംഗത്ത് വന്ന 2 ഗ്രീക്ക് പദങ്ങളുടെ ഭാഗങ്ങളാണ് ഇവിടെ തെളിയിക്കേണ്ടത്. ഞാൻ അവിടെ കടന്നാൽ വിശാലമായി പോകും. വാഴ്ചകൾ പലതാണ്, അധികാരങ്ങൾ പലതാണ്. അതിൽ ആയുധവർഗം വെപ്പിച്ചത് ഏതിന്റെ? ഡിസാമഡ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഇപ്പോൾ സാത്താന് ആയുധമുണ്ടോ? ആമേൻ. ഇതെന്തുകൊണ്ടാണ് ചോദിക്കാൻ കാരണം? നമ്മുടെ ആളുകൾ ഈ കാര്യം കൃത്യമായി ഗ്രഹിക്കേണ്ടതുണ്ട്. അടുത്ത ഭാഗത്തേക്ക് വരും. ആയുധം ഉണ്ടോ എന്നുള്ള ഉത്തരം അടുത്ത സ്ലൈഡിൽ ഞാൻ തെളിയിക്കുന്നുണ്ട്. വായിച്ചാട്ടെ. ഈ ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായി കാഴ്ചയാക്കിയെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ക്രൂശിൽ നടന്നത് എന്തെല്ലാമെന്ന് ഒരു സൈഡിൽ കൂടെ നിങ്ങൾക്ക് ആഴമായി ഗ്രഹിക്കാൻ കഴിയും. ഒന്ന് വായിക്കാൻ മോളെ ഇത്. ഇപ്പോഴും സാത്താന് ആയുധവർഗമുണ്ടോ? ഒന്ന് നോക്കിയേ, ഇതൊന്ന് വായിച്ചേ. ഇപ്പോഴും സാത്താന് ആയുധവർഗമുണ്ടോ? എഫേസ്യർ 6-ാം അധ്യായം 16-ാം വാക്യം. ദുഷ്ടന്റെ തീയമ്പുകൾ. ഒന്ന് വായിച്ചാട്ടെ ഇംഗ്ലീഷിൽ. Quench all the fiery darts of the wicked. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച ശേഷം എത്ര നാള് കഴിഞ്ഞിട്ടാണ് എഫേസ്യ ലേഖനം എഴുതുന്നത്? ആ ലേഖനത്തിൽ ആ 16-ാം വാക്യത്തിൽ പറയുന്ന വാക്യം നമുക്കൊന്ന് വായിക്കാം. എല്ലാവരും എടുത്തേൻ. പിശാചിന് ഇപ്പോൾ ആയുധവർഗം ഉണ്ടോ എന്നാണ് ചോദ്യം. ആയുധവർഗം വെപ്പിച്ചു എന്നല്ലേ എഴുതിയിരിക്കുന്നേ? നമുക്കൊന്ന് വായിക്കാം. വായിച്ചാട്ടെ മോളെ ആ വാക്യം മുഴുവൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യം. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പി. എല്ലാവരും വായിച്ച് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ആ വാക്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു വട്ടം കൂടെ ജീനെ ഒന്ന് വായിച്ച് നിർത്തി വായിച്ച് ഒരു വട്ടം കൂടെ. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ. ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും. എഫേസ്യ ലേഖനം എഴുതുന്നത് ക്രൂശിൽ യേശു മരിച്ച ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാ. അപ്പോഴും തീയമ്പുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആയുധവർഗം വെപ്പിച്ചു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഇനി ആ വാക്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. 16-ാം വാക്യം ഒന്ന് മോളെ നിർത്തി വായിക്കണേ. ഒന്ന് നിർത്തി വായിച്ചേ മോളെ ഒരു പ്രാവശ്യം കൂടെ. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം. കെടുത്താൻ പറ്റിയ വിശ്വാസം. അപ്പൊ ഡിസാമഡ് എന്ന വാക്കിന്റെ ആഴം എന്താണ് എന്ന് ഞാൻ ഒന്ന് ഉറപ്പിക്കാൻ പോവുക. എന്താണ് ഇവിടെ പറയുന്ന വിശ്വാസം? കൊലോസ്യ ലേഖനം 2:12 വായിച്ചാട്ടെ. ഇവിടെ എഴുതിയിരിക്കുന്ന വായിക്കാം. Chapter 2 verse 12. By faith in resurrection. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയിലെ വിശ്വാസത്താൽ തീയമ്പുകൾ എന്ന വെപ്പൺസ് കെടുത്തിക്കളയാൻ നമുക്ക് പറ്റും. നമ്പർ 1 നിങ്ങൾ ശ്രദ്ധിച്ചെഴുതുക. തീയമ്പുകളെ കെടുത്തിക്കളയാൻ വിശ്വാസം ഏതാ? ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയിലെ വിശ്വാസമാണ്. ഒരു തീയമ്പുകളും നമ്മുടെ കുഞ്ഞുങ്ങളെയോ കുടുംബങ്ങളെയോ തൊടുകയില്ല ഈ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ. ആമേൻ. എത്ര പേര് മനസ്സിലാക്കി? യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാന ശക്തിയിലെ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തീയമ്പുകളെ കെടുത്തിക്കളയാൻ നമുക്ക് പറ്റും. അപ്പൊ തീയമ്പുകൾ നമ്മുടെ നേരെ ഉപയോഗിക്കാൻ അവന് സാധിക്കില്ല. കാരണം ഡിസാമഡ് നമ്മുടെ നേരെ ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ആയുധവർഗം വെപ്പിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ നേരെ പറ്റും, പക്ഷെ വിശ്വാസികൾക്ക് നേരെ പറ്റില്ല. അത് ഡിസാമഡാണ്, കഴിഞ്ഞിട്ടില്ല. ഈ ഒരു വാക്യം കൊണ്ട് മോളെ ഇംഗ്ലീഷിൽ ഒന്ന് ശ്രദ്ധിച്ച് മലയാളത്തിൽ വായിക്കണം. ഇത്
സിൽജി ഒന്ന് വായിച്ചാട്ടെ പ്ലീസ്. ആ വാക്യം വായിച്ച ശേഷം ജീന മലയാളത്തിൽ ആ വാക്യം വായിച്ച ശേഷം ദയവായി ഈ വാക്ക് ഒന്ന് ശ്രദ്ധിക്കണം. സിൽജി വായിക്കണം. Romans chapter 8, മലയാളത്തിൽ ആ വാക്യം വായിച്ച ശേഷം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 37-ാം വാക്യം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു എന്നാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ ആ വാക്യം സിൽജി ഒന്ന് വായിച്ചിട്ട് ഞാനിവിടെ എഴുതിയ കാര്യം ഒന്ന് വായിക്കണം. ദയവായി എല്ലാവരും ശ്രദ്ധിച്ചു പഠിക്കേണ്ട ഭാഗമാണിത്. Romans chapter 8 verse 37. Ah. Yet in all these things we are more than conquerors through him who loved us. അവിടെ മലയാളത്തിൽ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം വന്നിട്ടില്ല. ഇനി നമുക്കിവിടെ വായിക്കാം. ഒരു ഗ്രീക്ക് പദം ഞാൻ ഇവിടെ എഴുതി, ഒറ്റ ഗ്രീക്ക് പദമാണത്. അതിന്റെ അർത്ഥം കൊണ്ട് നിങ്ങൾ കാണണം. വായിച്ചാട്ടെ. ഹ്യൂപ്പരിനിക്കുമൻ എന്ന് പറയുന്ന വാക്ക് എന്താണ്? അതിന്റെ അർത്ഥം ഒന്ന് വായിച്ചപ്പോൾ ടു ബി more than a conqueror. ഒരു നല്ല ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? നമ്മൾ പടയാളികളെക്കാൾ വീരന്മാരാണ് എന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? നമ്മൾ പടയാളികളെക്കാൾ വീരന്മാരാണ്, പട്ടാളക്കാളേക്കാൾ വീരന്മാരാണ്. എങ്ങനെ? ഇനി അത് മുഴുവൻ വായിച്ച ശേഷം ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് കടക്കാം. വായിച്ചാട്ടെ. Gain a surpassing victory, to vanquish beyond, that is, gain a decisive victory, more than conquer. 8-ാം അധ്യായം 37-ാം വാക്യത്തിന്റെ പശ്ചാത്തലം കറക്റ്റ് പഠിച്ചാൽ യേശുവിന്റെ സ്നേഹത്താൽ നമ്മൾ ഇതിനെല്ലാം ഓവർകം ചെയ്യും. എങ്ങനെ? നമ്മൾ പടയാളികളെക്കാൾ വീരന്മാരായി ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട് ഇതിനെല്ലാം വിജയിച്ച് കടക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? നിശ്ചയമായും ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ജയിക്കില്ല, ഇനിയും തോറ്റേ അടങ്ങൂ, ഇനിയും തോൽപ്പിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന പൈശാചിക സേനകളുടെ എല്ലാ വെല്ലുകളുടെ മുമ്പിൽ ഉറക്കെ പറയണം, ഹ്യൂപ്പരിനിക്കുമൻ, ടു ബി മോർ ദാൻ എ കോൺഗർ എന്ന വാക്ക് കൃത്യമായി നിങ്ങളുടെ അകത്തിരിക്കട്ടെ. അടുത്തൊരു ഭാഗം കൂടെ വായിച്ചു നോക്കിയത്. പ്രൈസ് ഗോഡ്. ഇത് നിങ്ങൾ എല്ലാവരും കാണാപ്പാഠം പഠിക്കണമെന്നും കൂടെ ഞാൻ പറയുന്നു. ഈ സെന്റൻസ്, Saint can win the war, victory through faith and love of Jesus Christ. ഒരു ആമേൻ പറയാൻ പറ്റുമോ? വിശുദ്ധന്മാർ യുദ്ധവിജയം കൈവരിക്കുന്നത് എങ്ങനെ? വിശ്വാസത്താലും യേശു ക്രിസ്തുവിന്റെ സ്നേഹത്താലുമാണ്. നമ്മുടെ മുമ്പിൽ അവന്റെ ആയുധങ്ങൾ ചലിക്കാൻ പറ്റില്ല, ജ്വലിക്കാൻ പറ്റില്ല, അതിന്റെ സ്പാർക്ക് ഇല്ല എന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? അത് ഡിസാമഡ് ആണ് ഒരു ദൈവ പൈതലിന്റെ മുമ്പിൽ. ഈ അറിവിലേക്ക് വരുമ്പോഴാണ് വിശ്വാസികളുടെ വിജയഗാഥ ലോകം കാണാൻ പോകുന്നത്. ആമേൻ. അത് ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിൽ, ഇന്നത്തെ ക്ലാസ്സിൽ എത്ര പേർക്ക് പറയാൻ പറ്റും, ക്രിസ്തുവിന്റെ സ്നേഹത്താലും ദൈവം എന്നെ പടയാളികളെക്കാൾ വീരനാക്കിയതിനാലും നിശ്ചയമായും ഞാൻ ഇത് വിജയിക്കും. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയാൽ, സ്നേഹത്താൽ ഞാൻ ഇതിനെ വിജയിക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇനിയും വിജയിക്കും. സ്വർഗം നമ്മളെ വിജയിപ്പിക്കുന്ന വലിയ രംഗങ്ങൾ കാണും. അപ്പൊ ഡിസാമഡ് എന്ന ഭാഗത്തിന്റെ ഒരു കാര്യം നമ്മളിപ്പോ കണ്ടു. അടുത്ത ഭാഗത്ത് കിടക്കാം. നമുക്ക് വായിച്ചാട്ടെ. Satan never can use it against a saint and cannot win. ഒരൊറ്റ വിശുദ്ധന്റെ നേരെ അവന്റെ ആയുധം ഫലിക്കയില്ല, അതെടുക്കാൻ പറ്റില്ല, അവൻ വിജയിക്കില്ല. നമ്മൾ വിജയിക്കുമെന്ന് ഉറപ്പുള്ളവരായിരിക്കണം നമ്മൾ. ആമേൻ. ഇവിടെ വലിയൊരു കാര്യം പറയാനുണ്ട്. അനങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഒരു പ്രവാചകനെ വിളിച്ചു. ആമേൻ. ഇപ്പൊ റോബിനാണ് പ്രശ്നം എന്ന് വിചാരിക്കുക. ഉടനെ തന്നെ നമ്മുടെ ജെയ്സനാണ് പ്രവാചകൻ എന്ന് വിചാരിക്കും. ഉടനെ ജെയ്സനെ വിളിച്ചു, പ്രവാചക എന്റെ വിഷയത്തിൽ ഒരു ദൂത് പറയണേ. ഉടൻ ജെയ്സൺ പറഞ്ഞു, ഓക്കെ. ദൂത് പറയാനായിട്ട് പറഞ്ഞ് ചർച്ചയിൽ വരുന്നതല്ലേ, വീട്ടിലേക്ക് വിളിക്കുക. പാസ് അറിഞ്ഞിട്ടില്ല, അറിയാതെയാണ് പ്രവാചകനെ വിളിച്ചു വരുന്നത്. അത് തന്നെ എത്രയോ വലിയ അബദ്ധം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിയമിച്ചതാണ് ഒരു ലോക്കൽ സഭാ പാസ്റ്റർ. ആ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയെങ്കിൽ അറിയാതെ വിളിച്ചുകൊണ്ടുവന്ന് തന്ത്രപ്പിക്കേണ്ട കാര്യമില്ല, ദൂത് ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്
എന്റെ കർത്താവ് എന്നെ ഒരു നിലയിൽ ചതിക്കില്ല. എന്റെ പ്രതിസന്ധികളിൽ അവൻ എന്നെ സൂക്ഷിക്കും, അവൻ എന്നെ സഹായിക്കും. പിശാചിന്റെ ആയുധങ്ങൾ മുമ്പിൽ വെപ്പിച്ചിരിക്കുകയാണ്, അത് അനക്കാൻ പറ്റില്ല. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ ശക്തിയുള്ള വിശ്വാസത്താൽ, യേശു ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ഉറപ്പായി ഞാൻ ഇതിനെ ജയിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളായി നമ്മൾ മാറാൻ തുടങ്ങിയാൽ ദൈവത്തിന് നമ്മിലൂടെ വലിയവ ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരു വാക്കുകൂടെ വായിച്ച് നമുക്ക് ആ ഭാഗം വിടാം. ഈ ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ സാക്ഷിയാക്കി. ക്രൂശിന്റെ ശക്തി, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി, സ്നേഹത്തിന്റെ ശക്തി, ഇതിനെല്ലാം ഓവർകം ചെയ്യാൻ നമുക്ക് കഴിയും എന്ന് വിശ്വാസം നമ്മൾ ഉണ്ടായാൽ നമ്മുടെ മുമ്പിലെ പ്രതിസന്ധികൾ അവിടെ നൃത്തം ചെയ്യുകയുള്ളൂ. അകത്ത് കയറി വന്ന് നമ്മളെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന ഉറപ്പിലേക്ക് നമ്മൾ വന്നു ചേരേണ്ടതാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് ഒന്നുകൂടെ ഇറങ്ങുന്നു. പ്രൈസ് ഗോഡ്. പിശാചിന്റെ തല തകർത്തു, യേശുവിന്റെ കുതികാൽ തകർത്തു. അതിന്റെ ആഴം എന്താണ് നമുക്കൊന്ന് കാണാം. വായിച്ചാട്ടെ മോളെ. പ്രൈസ് ഗോഡ്. മൂന്നാമത്തെ ലൈൻ നമുക്ക് ഒന്നുകൂടെ വായിപ്പിക്കുകയാണ് ഞാൻ. Bruise serpent's head and bruise Jesus' heel. Genesis chapter 3 verse 15. Who Yashoka Rosh, bruise thy head. Head in Hebrew, Rosh, top, tip of mountain. Height of stars, Rosh, height of stars. റോഷ് എന്ന വാക്ക് ഹൈറ്റ് ഓഫ് സ്റ്റാർസ് എന്ന വലിയ അർത്ഥത്തിലാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം? ഇതൊന്ന് വായിച്ചു നോക്കിയേ. പിശാച് ചെന്നിരിക്കുന്ന സ്ഥലത്തെ കുറിച്ച് യെശയ്യാവ് വ്യക്തമായി പ്രവചനം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിക്കാമോ മക്കളെ? അതിന്റെ മലയാളം ഇംഗ്ലീഷും വായിക്കാമെങ്കിൽ കൃത്യമായ അറിവ് നമുക്കിപ്പോൾ ലഭിക്കും. വായിച്ചാട്ടെ. Satan sat on Isaiah chapter 14 verse 12 to 14. ആകാശത്ത് നിന്ന് വീണു. ആ വാക്യം വായിക്കണം. നമ്മള് യെശയ്യാവിന്റെ പുസ്തകം വാക്യം വായിക്കാതെ ഒക്കെ ഇല്ല, ജനം എല്ലാവരും അറിയണം ആ വാക്യം എന്താണെന്ന്. വായിച്ചാട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഈ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ സിൽജി? ഇവിടെ എഴുതിയിരിക്കുന്നത് ആകാശത്ത് നിന്ന് വീണു എന്നതിനെ ഇവിടെ എഴുതിയിരിക്കുന്നു. വായിച്ചാട്ടെ. How art thou fallen from heaven? സ്വർഗത്തിൽ നിന്ന് എങ്ങനെ വീണു? സ്വർഗത്തിൽ നിന്ന് എങ്ങനെ വീണു? അടുത്തത്. I will exalt my throne above the stars of God. സ്റ്റാർസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ ഞാൻ എന്റെ കസേര വെക്കുമെന്ന്, സിംഹാസനം വെക്കുമെന്ന് വെല്ലുവിളിച്ച് പറഞ്ഞിട്ടാണ് അവൻ കയറി ചെന്നത്. അതാണ് വെളിപ്പാട് 12 നമ്മൾ കാണുന്നത്. അവൻ കയറി ചെന്നിരിക്കുന്നു. അവൻ വീഴുന്നത് എവിടെ നിന്ന്? അവന്റെ പദവി ഏതാണ്? എന്താണ് അവന്റെ റോഷ്? ആ റോഷ് എന്ന് പറയുന്നത് സ്വർഗത്തിൽ ചെന്നിരിക്കുന്നതാണ് റോഷ്. അതാണ് അവന്റെ തല, അതാണ് അവന്റെ ഉയർച്ച. ആ ഉയർച്ചയിൽ നിന്നാണ് വീഴുന്നത്. യെശയ്യാവ് 13:10 നിങ്ങൾ വായിച്ചു നോക്കണം. സ്റ്റാർസ് ഓഫ് ഹെവൻ എന്ന ഭാഗം ഞാൻ അവിടെ നിർത്തട്ടെ. അവിടെ നിന്നാണ് അവൻ വെട്ടേറ്റ് വീഴുന്നത്. അവന്റെ തല തകർക്കുന്നത് അവിടെയാണ്, അവന്റെ പദവി തകർക്കുന്നത് അവിടെയാണ്. അത് വെളിപ്പാട് 12 എന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കണം. എപ്പോൾ എന്ന് ഞാനിവിടെ ഒരു വാചകം എഴുതുന്നുണ്ട്. വായിച്ചാട്ടെ. Revelation chapter 12 verse 7 to 10. Height of stars. Revelation chapter 11 verse 15. വെളിപ്പാട് 11:15 വായിച്ചാൽ 7ാമത്തെ കാഹളം ഊതുന്ന സമയത്ത് നമ്മുടെ കർത്താവ് ലോക രാജ്യങ്ങളുടെ ആധിപത്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആദ്യം നടക്കുന്ന കാര്യം, ഇത് ഞാൻ എടുത്തിരുന്നു ക്ലാസ്സിൽ, ഏറ്റെടുത്തു കഴിഞ്ഞാൽ കർത്താവ് ചെയ്യുന്നത് പിശാചിന്റെ തല തകർക്കുകയാണ്, പിശാചിന്റെ ഉന്നതി തകർക്കുകയാണ്, റോഷ് തകർക്കുകയാണ്. പിശാചിന്റെ റോഷ് എന്താണ്? ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ അവൻ ഇരിക്കുമെന്ന് പറഞ്ഞ് അവൻ ചെന്നിരുന്ന റോഷാണ്. ആ റോഷ് തകർക്കുന്നത് വെളിപ്പാട് 12 എന്ന കാര്യം അറിഞ്ഞിരിക്കണം. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ 4 ഭാഗങ്ങളിൽ 3-ാം ഭാഗം നിറവേറുന്നത് വെളിപ്പാട് പുസ്തകം 12 എന്ന് അറിഞ്ഞിരിക്കണം.
ഇനി ഒരു ചോദ്യത്തിന് ഉത്തരം കൂടെ ഉപവാസ പ്രാർത്ഥനയും ക്ലാസ്സും കൂടെ ആകിയാൽ ഒന്ന് പറഞ്ഞോട്ടെ. പണ്ടത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ വിശാലമായ ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഭാഗം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കെതിരെ എത്ര വലിയ കസേരയിട്ട് വാഴ്ച നടത്തിയാലും, എത്ര വലിയ സിംഹാസനമിട്ട് വാഴ്ച നടത്തിയാലും ആ റോഷ് തകർക്കാൻ എന്റെ കർത്താവിന് കഴിയും എന്നുറപ്പുള്ളവർ എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. സന്തോഷത്തോടെ നമുക്ക് പറയാം, നമ്മുടെ ജോലിക്കെതിരെ, നമ്മുടെ മാനസിക വിഷയങ്ങൾക്കെതിരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരെ വലിയ റോഷ് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ റോഷ് ഇല്ലാതാക്കാൻ എന്റെ യേശുക്രിസ്തുവിന്റെ ആധിപത്യം മതിയെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഇവിടെയാണ് ക്രിസ്തു എന്റെ അകത്ത് വാഴാൻ അനുവദിക്കണം. ഉറക്കെ പറയട്ടെ, ഞാൻ ക്രിസ്തു എന്റെ അകത്ത് വാഴാൻ അനുവദിക്കണം. ആ വാഴാൻ അനുവദിക്കുന്ന അനുവാദം നൽകുന്ന സമയത്ത് എത്ര റോഷ് തലപൊക്കിയാലും, എത്ര റോഷ് തലപൊക്കിയാലും ആ റോഷ് നിലംപതിക്കുമെന്ന് ഉറപ്പുള്ളവരെല്ലാം പറയൂ. ഇന്നല്ലെങ്കിൽ നാളെ ആ റോഷ് നിലംപതിക്കും. കർത്താവ് എന്നെ ഉയർത്തുമെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ആമേൻ. ഞാൻ അത്രയും പറഞ്ഞ് ഈ ഭാഗം വിടുന്നു. നമ്മുടെ സമയം വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ പോകുന്നത് 4ാമത്തെ ബ്രാഞ്ചിന്റെ കാര്യമാണ്. 4ാമത്തെ ബ്രാഞ്ച് കുതികാൽ തകർക്കും. കുതികാൽ തകർക്കും. ക്രിസ്തുവിന്റെ കുതികാൽ തകർക്കുക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വായിക്കാം നമുക്ക് ഈ ഭാഗം. Bruise his heel. Heel in the Bible, Genesis chapter 49 verse 19. കുതികാൽ, Hebrew, a heel. Heel, footprint, hinder part, hoof, rear of a troop, footstep, the rear of an army. അവസാനത്തേത് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നു. ദ റെയർ ഓഫ് എൻ ആർമി. ആ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലിരിക്കണം. കുതികാൽ എന്ന വാക്ക് ബൈബിൾ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്? 13-ാം അധ്യായം 18-ാം വാക്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. മോൾ ഇവിടെ എഴുതിയത് വായിച്ചാട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 18-ാം വാക്യം. എന്നാൽ എന്റെ അപ്പം തിന്നുന്നവൻ എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. രണ്ടാമത്തേത് ഹോശേയ 12-ാം അധ്യായം 3-ാം വാക്യം. അവൻ ഗർഭത്തിൽ വെച്ച് തന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചു. ഇവിടെ രണ്ടും കുതികാൽ ഉയർത്തി, കുതികാൽ പിടിച്ചു എന്നാണ്. എന്നാൽ 3ാമത്തെ അർത്ഥം നോക്കിയത് നിങ്ങൾ കൃത്യമായിട്ട് വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു ഭാഗമാണിത്. ഉൽപ്പത്തി 49:19 ആ വാക്യം വായിച്ചാട്ടെ. ഗാദ്, the troop shall press upon him, but he shall press upon their heel. അവനോ അവരുടെ പിൻപടയെ ഞെരുക്കും. പിൻപടയെ തോൽപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. കുതികാൽ എന്ന വാക്ക് യേശുവിന്റെ കുതികാൽ തകർത്തിട്ടില്ല. യേശുവിന്റെ കുതികാൽ തകർത്ത ക്രൂശിലെ ഒറ്റ ഭാഗമില്ല. എല്ലാവരും അറിഞ്ഞിരിക്കണം. എന്നാൽ കുതികാൽ തകർക്കുന്നത് എപ്പോഴാ? പിൻപടയെ തകർക്കുന്നതാണ്. യേശു ക്രിസ്തുവിന്റെ പിൻപടയെ തകർക്കുന്ന കാര്യമാണ്. ഒന്നുകൂടെ എടുത്ത് ഞാൻ പറയുകയാണ്, ശ്രദ്ധിച്ചോട്ടെ. പിൻപടയെ തകർക്കുന്നത് എപ്പോൾ? നമുക്ക് ഒന്നിച്ച് നോക്കാം ഈ കാര്യം എങ്ങനെയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. 4-ാം യുഗത്തിൽ പിൻപടയായിരിക്കുന്നത് ആരാണ്? പരീക്ഷാകാലമെന്ന് അറിയുന്ന തിലിസിസ്റ്റീസ് മെഗാലീസ് ബീഭത്സമായ കട്ടം നിറഞ്ഞു നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ പിൻപട വിശുദ്ധന്മാരുടെ ഇടയിലുണ്ടോ? എടുക്കാം. വെളിപ്പാട് 13:7. വാസ്തവത്തിൽ 1 മുതൽ 7 വരെ വായിക്കേണ്ടതാണ്. നിർത്തി വായിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. വായിച്ചാട്ടെ. 7-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 7-ാം വാക്യം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. പിശാച് 4-ാം യുഗത്തിൽ യുദ്ധം ചെയ്യുന്നു. അത് അധികാരം പിശാചിന്റെ മകനായ എതിർ ക്രിസ്തുവിന് കൈമാറുന്നു. തെറിയോൻ എന്ന മൃഗത്തിന് അത് കൈമാറുന്നു. ആ കൈമാറുന്ന അധികാരം അനുസരിച്ച് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് വിശുദ്ധന്മാരെ ജയിക്കാനിട വരുന്നു. വിശുദ്ധന്മാരോട് ജയിക്കാൻ, പിൻപടയെ ജയിക്കാനിട വരുന്നു. അത് കഴിഞ്ഞ് പോരാ. ഇനി ഇതുകൊണ്ടൊന്ന് വായിച്ചു നോക്കിയാൽ ദാനിയേൽ 7:20-21 വാക്യങ്ങൾ വായിക്കണം. ദാനിയേൽ 7:20-21 വാക്യങ്ങൾ. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം
20-21 വാക്യങ്ങൾ. അതിന്റെ തലയിലുള്ള 10 കൊമ്പുകളെ കുറിച്ചും മുളച്ചു വന്നതും 3 കൊമ്പ് വീഴിച്ചതും കണ്ണും വമ്പു പറയുന്ന വായും ഉള്ളതും കൂട്ടുകൊമ്പുകളെക്കാൾ കാഴ്ചയ്ക്ക് വണ്ണമേറിയതുമായ മറ്റേ കൊമ്പിനെ കുറിച്ചുമുള്ള വിവരം അറിവാൻ ഞാൻ ഇച്ഛിച്ചു. വയോധികനായവൻ വന്ന് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം. അടുത്തത്, ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. ജയിക്കുന്നത് കണ്ടു. പിൻപടയെ ജയിക്കുന്നത്, അക്കീബിനെ ജയിക്കുന്നത്, കുതികാലിനെ ജയിക്കുന്നത് കണ്ടു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 4 ബ്രാഞ്ചും നിറവേറുന്നത് 4-ാം യുഗത്തിലാണെന്ന് അറിഞ്ഞിരിക്കണം. 4-ാം യുഗത്തിൽ യേശുക്രിസ്തുവിന്റെ പിൻപടയായ ഇസ്രായേൽ സൈന്യം തോൽക്കുന്നത് കാണുന്നു, അതിന്റെ മേൽ ജയിക്കുന്നത് കാണുന്നു. എന്നാൽ ദൈവം ചെയ്യുന്ന വലിയൊരു പദ്ധതി നമുക്കിവിടെ അറിഞ്ഞിരിക്കണം. താൽക്കാലിക വിജയം അവൻ എടുക്കുന്നുണ്ടെങ്കിലും സമ്പൂർണ്ണ വിജയം എടുക്കാൻ ദൈവം അനുവദിക്കുന്നില്ല എന്നുറപ്പുള്ളവർ എത്ര പേരുണ്ട്? ശുഡബല ഹസ്തജല ഔഷ്യാരസ്. നമ്മുടെ വിഷയങ്ങളിൽ ടെമ്പററി ആയിട്ട്, താൽക്കാലികമായി പല കാര്യങ്ങളിൽ അവൻ വിജയം എടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ അക്കീബ് എന്ന് പറയുന്ന പിൻപടയെ ജയിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണ വിജയമല്ല എന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? അവൻ എടുക്കുന്ന താൽക്കാലിക വിജയം കണ്ട് മനമെടുക്കേണ്ട കാര്യമില്ല. അവിടെയാണ് കർത്താവിൽ ബലപ്പെടുക എന്ന വാക്ക് എഫേസ്യ ലേഖനം 6:10 എഴുതിയിരിക്കുന്നത്. എന്റെ കർത്താവ് എന്നെ കൈവിടില്ല, എന്റെ കർത്താവ് എന്നെ ഉപേക്ഷിക്കില്ല, എനിക്കൊരു വലിയ വിജയം തന്നിരിക്കും. താൽക്കാലിക വിജയം അവൻ എടുത്താലും എന്റെ മുമ്പിൽ വലിയ വിജയം എന്റെ കർത്താവ് നൽകുമെന്ന് ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഇന്ന് എത്ര പേർക്ക് മനമെടുക്കുന്നതിൽ പിശാചെ എതിരായി വന്നിട്ടുണ്ട്? ഓഫീസിൽ ജയമെടുക്കുന്നവരുണ്ട്, നമുക്കെതിരെ ബോസിന്റെ മുമ്പിൽ ജയമെടുക്കുന്നവരുണ്ട്, വലിയ കാര്യങ്ങൾ ചെയ്ത് കുഞ്ഞുങ്ങളുടെ നേരെ ജയമെടുക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങൾ നിന്ദിക്കപ്പെട്ട് വരുന്നവരുണ്ട്, വഷളായി നിന്ദിക്കപ്പെട്ട് വരാറുണ്ട്, ശുശ്രൂഷയിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മുടെ ക്രയവിക്രയ വേഗയിൽ നമുക്ക് വിശ്വസിക്കാവുന്നതിന് കൊടുത്തത് തിരിച്ചു കിട്ടാതെ ജയം അവനെടുത്ത് അവൻ സാമ്രാട്ടായി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഉറക്കെ പറയാമോ, ഈ വചനപ്രകാരം സമ്പൂർണ്ണ വിജയം അവർക്കല്ല, അന്തിമ വിജയം എന്റെ മേൽ തന്നെ ഇരിക്കുമെന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിച്ചു ആരാധിച്ചാട്ട്. അന്തിമ വിജയം എനിക്കാണ് എന്റെ കർത്താവ് നൽകുക. ആ ഉറപ്പുള്ളവരെല്ലാം കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഒരു സംശയം എനിക്ക് ആ കാര്യത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഐ ഹാവ് നോ ഡൗട്ട്, അന്തിമ വിജയം എനിക്ക് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തണം. ഞാനിവിടെ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ്. ഈ ക്ലാസ്സിൽ തന്നെ ഫിലദൽഫിയ AG ഇന്നു മുതൽ ഉപവാസത്തിൽ ഇരിക്കുകയാണ്. നിങ്ങൾ ഉപവാസത്തിൽ ഇരിക്കുമ്പോൾ ധൈര്യമായി പറയാൻ കഴിയുമോ, ഞാൻ കർത്താവിൽ ബലപ്പെടുന്ന ആളാണ്, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്ന ആളാണ്. എനിക്കെതിരെ എഴുന്നേറ്റ ഈ പിൻപടയെ തോൽപ്പിക്കുന്ന പൈശാചിക സേന, അക്കീബിനെ തോൽപ്പിക്കുന്ന പൈശാചിക സേന എന്റെ മുമ്പിൽ ജയിച്ചു നിൽക്കുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ താണുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇത് താഴ്ചയല്ല, ഉയർച്ചയ്ക്കുള്ള കവാടമാണ് എന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? അത് വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി പിടിച്ചാട്ട്. എന്റെ ഉയർച്ചയ്ക്കുള്ള കവാടമാണ്. എന്നെ തോൽപ്പിച്ച് 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 ഇല്ലാതാക്കുകയല്ല, എന്നെ പ്രതിസന്ധിയിൽ കൂട്ടിലാക്കി നശിപ്പിച്ച് ഇല്ലാതാക്കുകയല്ല. കർത്താവ് പറയുന്നു, പിൻപട താൽക്കാലികമായി തോറ്റാലും, താൽക്കാലികമായി ഇരുന്നു പോയാലും, താൽക്കാലികമായി വേദനിച്ച് വേദനിച്ച് ഉരുകിപ്പോയാലും അടിയിൽ എഴുതി വെക്കണം, അന്തിമ വിജയം എനിക്ക് തന്നെയാണെന്ന് ഉറപ്പുണ്ട്. ആ ഉറപ്പുള്ളവരെല്ലാം കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അന്തിമ വിജയം എന്റെ ദൈവം എനിക്ക് ഈ വിഷയത്തിൽ നൽകും. ഗോഡ് വിൽ ഗിവ് എ ഗ്രേറ്റ് വിക്ടറി, ദ ഫൈനൽ പൊസിഷൻ എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ഇവിടെ ഞാനത് ഒന്ന് എടുത്തു കാണിക്കുകയാണ്. സാത്താന്റെ താൽക്കാലിക വിജയത്തെ കൊണ്ടടക്കരുത്. ദയവായി എല്ലാവരും ശ്രദ്ധിക്കുക. സാത്താന്റെ താൽക്കാലിക വിജയത്തെ ആരും
പറഞ്ഞുകൊണ്ട് നടക്കരുത്. കാരണം വിജയം നമ്മുടേതാണെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? രാജാതി രാജാവ് എനിക്ക് വിജയം തരുമെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഇനി ഒരു കാര്യം കൂടെ ഇവിടെ പറയണം. നമ്മുടെ ടൈറ്റിൽ എങ്ങനെയാണല്ലോ, പ്രൈസ് ഗോഡ്. ഇതൊന്ന് വായിച്ചേ മോളെ സിൽജി. Eternity of Satan, set eternity. Matthew chapter 25 verse 41. Revelation chapter 20 verse 10 to 15. പിശാചിന്റെ നിത്യതയെ സംബന്ധിച്ച് സെറ്റ് എറ്റേണിറ്റി എന്നാ പറയേണ്ടത്. അത് എഴുതി വെച്ചോളൂ. അവന് വേണ്ടി സജ്ജമാക്കിയ നിത്യത, അവന് വേണ്ടി ദൈവം സജ്ജമാക്കിയ നിത്യത. അത് മത്തായി 25:41 മുതൽ 46 വരെ, 20:10 മുതൽ 15 വരെ കൃത്യമായി കാണാം. അവിടെ പിശാചിന് വേണ്ടി സജ്ജമാക്കിയ നിത്യത. ഒരു ചെറിയൊരു ചോദ്യം ഞാനിപ്പോ ചോദിക്കാം. പിശാചി നിത്യമായ സജ്ജമായ നിത്യതയ്ക്ക് അഥവാ നിത്യനാശത്തിലേക്ക്, അതിങ്ങനെ വായിക്കണം, നിത്യനാശത്തിലേക്ക്, നിത്യാഗ്നിയിലേക്ക് അവൻ പോകുന്ന ടൈമിൽ നമ്മളെവിടാ? ഹല്ലേലൂയ. നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിൽ നിത്യനായ ക്രിസ്തുവിന്റെ കൂടെ, നിത്യനായ പിതാവിന്റെ കൂടെ, നിത്യനായ പരിശുദ്ധാത്മാവിന്റെ കൂടെ നിത്യതയിലാണ് നമ്മൾ എന്നുറപ്പുള്ളവർ എത്ര പേരുണ്ട്? നമുക്ക് നിത്യമായ നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സജ്ജമാക്കിയ നിത്യശിക്ഷാവിധിയായ വലിയ ദുരന്തത്തിലേക്ക് അവൻ പതിക്കുകയാണ്. എത്ര പേർക്ക് ധൈര്യമായി പറയാം, നിത്യമായ നിത്യതയിൽ എനിക്ക് വേണ്ടി എന്റെ ദൈവം വലിയ പ്രോഗ്രാം ഒരുക്കിയിരിക്കുകയാണ്, നമ്മൾ അതിൽ കടക്കാൻ പോകുകയാണ്. എന്തൊക്കെയാണെന്ന് ഒരേ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങളും തരാമോ എനിക്ക്? എന്താ ഉത്തരം? ഇന്നത്തെ ഈ ദൂതിൽ എത്ര പേർക്ക് ധൈര്യമായി പറയാം, ഞാൻ പരാജയപ്പെടുകയില്ല എന്ന് ധൈര്യമായി പറയാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? റോമർ 8:37, കൊലോസ്യർ 2:12 എല്ലാം അനുസരിച്ച് ഞാൻ പരാജയപ്പെടുകയില്ല, എന്റെ ദൈവം എന്നെ വിജയിപ്പിക്കുമെന്ന് ധൈര്യമായി ഞാൻ പറയാം. ധൈര്യമായി പറയാം, എനിക്കൊരു വിക്ടറി ദൈവം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വാക്ക് കടന്നു പറയട്ടെ. നമ്മുടെ ഫിലദൽഫിയ AG ഷാർജ ഈ ക്ലാസ്സിൽ സൂം വഴി ആഗതരായി അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, പലരുണ്ട്. അവരോട് എല്ലാവരോടും ഞാൻ പറയുകയാണ്, അപ്പോൾ തന്നെ മാധ്യമങ്ങൾ വഴി ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ക്രിസ്തുവിൽ ബലം കണ്ടെത്തുന്നവർ, ക്രിസ്തുവിൽ ട്രസ്റ്റ് ചെയ്യുന്നവർ, എഫേസ്യ ലേഖനം 6:10 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ 2 വട്ടമെങ്കിലും വായിക്കണം. 2 വട്ടമെങ്കിലും. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. കർത്താവിൽ ബലപ്പെടാൻ തുടങ്ങിയാൽ ധൈര്യമായി പറയാം, പിശാചിനെ സെറ്റേണിറ്റിയിൽ, നിത്യനാശത്തിലേക്ക്, നിത്യാഗ്നിയിലേക്ക്, നിത്യനരകത്തിലേക്ക് പോകേണ്ടി വരുമ്പോൾ എനിക്ക് എന്റെ കർത്താവിനോടുകൂടെ എന്നേക്കുമായി വാഴാൻ ഒരു അവസരം ദൈവം ഒരുക്കിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിർത്തും മുമ്പ് ഒരു വാക്കോടെ പറഞ്ഞോട്ടെ, പറയാമെന്ന് പറഞ്ഞല്ലോ. 1000 ആണ്ട് ഇവിടെ വെച്ചും ഒരു നിത്യത മുഴുവൻ, പ്രൈസ് ഗോഡ്, ഈ പ്രപഞ്ചം തീർന്ന ശേഷവും വാഴാനുള്ള അധികാരം എനിക്ക് എന്റെ ദൈവം തന്നിരിക്കുകയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? 1000 ആണ്ട് ഈ ഭൂമിയിൽ വെച്ചും പ്രപഞ്ചം തീർന്ന ശേഷം ഒരു നിത്യത മുഴുവനും പുത്രനോടുകൂടെ വാഴാൻ എന്റെ ദൈവം എന്നെ അനുവാദം തന്നിരിക്കുകയാണ്. ആ വലിയ കാഴ്ചപ്പാടിൽ എന്റെ കണ്ണ് ഒന്ന് പതിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വാക്കോടെ അവസാനിക്കുമ്പോൾ എത്ര പേർക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്? നമ്മുടെ കണ്ണുകൾ അടയ്ക്കും മുമ്പ് ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഇന്ന് നമ്മെ ചുറ്റിപ്പറ്റുന്ന പ്രതിസന്ധികൾ, ഇന്ന് നമുക്ക് താഴ്ച വരുത്തുന്ന പ്രതിസന്ധികൾ, ഇന്ന് നമ്മുടെ തല കുനിക്കുന്ന പ്രതിസന്ധികൾ, ഒരിക്കലും കണ്ണു തുറന്ന് നോക്കാൻ പറ്റാത്ത നിലയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെടുന്ന പ്രതിസന്ധികൾ മൂടി നിൽക്കുകയാണെങ്കിൽ ധൈര്യമായി പറയാൻ പറ്റുമോ, ഈ ക്ലാസ്സിൽ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ, ഈ ദൂതിൽ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ കെട്ട് അഴിച്ച് എന്റെ കർത്താവ് എനിക്ക് പൂർണ്ണ വിജയം നൽകുമെന്ന് ഉറപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ശക്തമായി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്. ആമേൻ. ഞാൻ ഈ ഭാഗം വിശദീകരിക്കുന്നു ഒന്നുകൂടെ. അഗ്നി നരകത്തിലേക്ക് അവൻ എന്നേക്കുമായി വലിച്ചെറിയപ്പെടുന്നു. നിത്യനാശത്തിലേക്ക് അവൻ എന്നേക്കുമായി വലിച്ചപ്പെടുന്നു. എവർലാസ്റ്റിംഗ് പണിഷ്മെന്റ്, എവർലാസ്റ്റിംഗ് ഫയർ, ഇതൊക്കെ അവൻ അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ ക്രിസ്തുവിനോടുകൂടെ വാഴുകയാണ് മൂന്നാമത്തെ ലോകത്തിൽ എന്നറിയുന്നവർ എത്ര പേരുണ്ട്?
തേർഡ് വേൾഡിൽ നമുക്ക് തരുന്നൊരു വലിയ വിജയം അതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും തേർഡ് വേൾഡ് വരെ കാത്തിരിക്കണോ? അങ്ങനെയല്ല. നമുക്ക് ഇവിടെയും ജയം തരും, അവിടെ നിത്യമായ ജയം തരും. ഇവിടെ നമുക്ക് താൽക്കാലിക ജയം തരുന്നു, അവിടെ നമുക്ക് നിത്യമായ ജയം നൽകുന്നു. ഇതിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് മൈക്ക് കർത്താവദാസൻ പാസ്റ്റർ റെജി തോമസിന്റെ കയ്യിലേക്ക് കൈമാറുന്നു. സ്വർഗം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.